ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ സൺഡേസിൽ മാത്രമാണ് ഈ വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളത്. കാര്യം സൺഡേ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു ദിവസമുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഡെയിലി റൊട്ടീൻ ഒരേപോലെ തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനത്തെ റൊട്ടീൻ തന്നെയാണ് മൺഡേ ടു സാറ്റർഡേ വരുന്നത്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ടല്ലോ എല്ലായിടത്തും. ഇവിടെയും ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാ ഫേമിൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 9:30-ക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ പോകാനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴത്തേന് പോകണം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒരാഴ്ചത്തെ തുണി മുഴുവൻ കുന്നുകൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നേ. അതിനകത്ത് കുറച്ചെടുത്ത് ഞാൻ കഴുകിയിട്ട് ടെറസിന് മേലെ വിരിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് കഴുകാതെ വെച്ചിട്ടുണ്ട്. കാര്യം ഇപ്പം നല്ല മഴ പെയ്യുന്നുള്ളത് കൊണ്ട് ഞാൻ അലക്കിയിട്ടാലും അതെല്ലാം നനഞ്ഞേ കിട്ടത്തുള്ളേ. അതുകൊണ്ട് വന്നതിന് ശേഷം അതിൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചേച്ചിയുടെ മക്കൾ വീക്കെൻഡ് ആകുമ്പോഴത്തേക്കിനും എൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് വരുവേ. എനിക്ക് സാറ്റർഡേ ഓഫ് ആണെങ്കിൽ ഫ്രൈഡേ ഈവനിങ് വരും. സാറ്റർഡേ വർക്കിംഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ അവർ സാറ്റർഡേ ഈവനിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ സാറ്റർഡേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേന് ഏകദേശം ഒരു 4-5 മണിക്കൂർ നമ്മളവിടെ കട്ട പോസ്റ്റ് ആയിരിക്കും. അപ്പോൾ പിള്ളേർക്ക് ബോറടിക്കുമല്ലോ. പിന്നെ അത്രയും സമയമാകുമ്പോഴത്തേനും അവർക്ക് വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാട്ടർമെലൻ കുറച്ച് പാക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ടാങ്കും കൂടെ കലക്കിയിട്ട് അതൊരു ബോട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. സാധാ വെള്ളം കൊണ്ടുപോയി ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അങ്ങനെ രാവിലെ അങ്ങനത്തെ പ്രിപ്പറേഷനിലൊക്കെയാണ്. പിന്നെ പോണ വഴിക്ക് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നേ. അപ്പോൾ 9:30-ക്കാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ്. ഏകദേശം 4 മണിക്കൂറാണ് അവർ പറയണത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്കൊരു 1 മണിയൊക്കെ കഴിയും ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേനും വാങ്ങിച്ചതാണ്. ക്യാരറ്റിൻ്റെ പുട്ട് അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ സേമിയ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അത് മൈദ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റിൽ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. മൈദ, ക്യാരറ്റ്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അത് കുക്ക് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് 2 മിനിറ്റ് ഈ ഒരു എന്തേരാണ് നമുക്ക് വേണ്ടത് അത് ആ വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് വെക്കുക. അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് സാധാരണ പുട്ടുകുറ്റിയിൽ പുട്ടൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ഉണ്ടാക്കാൻ പറ്റുമേ. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ്. ടേസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല. നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടേ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ഒരു വേറെ ടേസ്റ്റ് അല്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ്. നല്ല ഹെൽത്തിയാണ്. പക്ഷേ ഞാനിത് രാവിലെ ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ പിള്ളേർ രണ്ടുപേരും കഴിച്ചില്ല. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തിട്ടാണ് രാവിലെ അവരായിട്ട് പോയത്. ഇത് ശരിക്കും വെച്ച് കഴിയുമ്പോഴത്തേക്കിനുമേ പുട്ടുകുറ്റിക്കകത്ത് ഞാൻ വെച്ച സമയത്ത് ഒരു കുറ്റി നിറച്ചും വെച്ചേ. വെന്ത് വന്നപ്പോഴത്തേക്കിനും അതിനകത്ത് പകുതി ഉള്ളായിരുന്നു. അങ്ങനത്തെ പണികളൊക്കെ രാവിലെ കിട്ടി എല്ലാം കൂടെ ഒരു തത്രപ്പാടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സൈഡിൽ പുട്ട് വേകാനായിട്ട് വെച്ചിട്ട് അടുത്ത സൈഡിൽ മുട്ട പൊരിക്കാനായിട്ടുള്ള പതുക്കെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവർക്ക് മുട്ട പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേരൊക്കെ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ആണല്ലോ, എന്ത് കൊടുക്കും എന്നുള്ളത്. ഇവർക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മുട്ട എന്ന് പറയുന്നത്. അത് പുഴുങ്ങി കൊടുത്താൽ കഴിക്കത്തില്ല, പൊരിച്ചു കൊടുക്കണം. അപ്പോൾ പുട്ടും മുട്ട പൊരിച്ചതുമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ രാവിലെ അതിൻ്റെ പണികളൊക്കെ ചെയ്യുകയാണ്. കുരുമുളകൊക്കെ കൂടുതലും ഞാൻ വീട്ടിൽ നിന്ന്, കൂടുതലെന്നല്ല ഇവിടെ ഇരിക്കുന്ന സ്പൈസസ് ഫുള്ളും വീട്ടിൽ ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കുരുമുളകൊക്കെ ഇവിടെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പൂത്തൊക്കെ വരുമ്പോഴത്തേക്കിനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാറുണ്ട്. കാണുമ്പോൾ ചിലരെങ്കിലും ചോദിക്കാറുണ്ട് ഇത് ഇവിടെ ഉണ്ടായതാണോ എന്നേ. ഇവിടെ ഉണ്ടായതല്ല. കാര്യം വീട് വെച്ചിട്ട് അധികം ആയില്ലല്ലോ. നമുക്ക് കുരുമുളക് നട്ട് കുരുമുളക് കായ്ച്ച് അത് പറിച്ച് ഉണങ്ങി പൊടിച്ചെടുക്കാനായിട്ടുള്ള സമയമായിട്ടില്ല. മേ ബി അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ കുരുമുളകൊക്കെ കായ്ക്കുമായിരിക്കും, നോക്കാം. അപ്പോൾ നമ്മൾ രാവിലെ മുട്ടയൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തുനിന്നൊക്കെ നല്ല പണി കിട്ടിയേ. മുട്ട പൊരിച്ചതൊന്നും ഇന്ന് ശരിയായില്ല. രാവിലെ കാര്യം ധൃതി ആയതുകൊണ്ട് ഇപ്പം തന്നെ സമയം ഏകദേശം 8:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഈ പുട്ട് ഒരു പരീക്ഷണമാണല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങുന്നത്. അപ്പോൾ അത് എത്ര സമയത്തിനുള്ളിലാകും എന്നൊക്കെ ഉള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഇടയ്ക്കിടയ്ക്ക്, പിന്നെ അത് പുട്ടിനകത്തുനിന്ന് കുത്തിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നേ. അത് പുട്ട് കുറ്റിയിൽ വരുമ്പോഴത്തേക്കിനും എങ്ങനെ ആയിരിക്കും, അത് സേമിയ പോലെയല്ലേ ഇരിക്കണത്. അപ്പോൾ അങ്ങനെ അതും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുത്തിയിട്ടപ്പോൾ അല്ലേ അത് സർപ്രൈസ് പോലെ ഒരു കുറ്റി ഉണ്ടായിരുന്നത് പെട്ടെന്ന് കുറ്റിയായിട്ട് മാറിയത്. അങ്ങനെ പെട്ടെന്ന് ആദ്യമേ ഒരു കുറ്റി പുട്ട് മതി എന്നാണ് വിചാരിച്ചത്. ഇതിപ്പോൾ തികയത്തില്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പിന്നെയും അതെടുത്ത് കുറച്ച് നേരം കുതിരാൻ വെച്ചിട്ട് അടുത്ത കുറ്റി പുട്ടും കൂടെ റെഡിയാക്കി കൊണ്ട് വന്നപ്പോഴാണ് പിള്ളേർ എന്നെ പറ്റിച്ചത്. അവർക്ക് പുട്ട് വേണ്ട, ചപ്പാത്തി മതി എന്ന് പറഞ്ഞേ. അങ്ങനെ നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയ ഒരു മുട്ട ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. രണ്ടാമത് ഉണ്ടാക്കിയ മുട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീരെ പൊടിഞ്ഞും പോയേ. പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഇന്ന് ലഞ്ചൊന്നും കുക്ക് ചെയ്തില്ല. അങ്ങനെ പെട്ടെന്ന് റെഡിയായി. വീട്ടിലേക്ക് ഒരു വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് നമ്മൾ റെഡിയായി പോവുകയാണേ. ഇതാണ് ഓവർ ഹൈപ്ഡ് ചെമ്പകവല്ലി, നമ്മുടെ ദ പെർഫ്യൂം പ്രോജക്റ്റ്. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. 699 രൂപയ്ക്ക് 3 സാമ്പിള്. അത് വെറുതെ പൈസ പോയതാണ്. ഒട്ടും ലാസ്റ്റ് ചെയ്യത്തില്ലാത്ത പ്രോഡക്റ്റാണ്.
അങ്ങനെ നമ്മൾ ധൃതി വെച്ച് ലാഫേമിലെത്തി. നമ്മുടെ ചകിരിക്കൂട് പോലെ ഇരിക്കുന്ന തലമുടിയൊക്കെ ഒന്ന് നാനോപ്ലാസ്റ്റിയ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ലാഫേമിൽ എത്തിയപ്പോഴത്തേക്കിന് സ്റ്റാഫൊന്നുമില്ല. അവിടുത്തെ ക്ലീനിങ്ങിന് വന്നേക്കുന്ന ചേച്ചിയുണ്ട്. അവിടെ അപ്പോയിൻമെൻറ്റ് 9:30 എടുത്തിട്ട് വന്ന കുറേ ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളായിരുന്നേ. കാര്യം സ്റ്റാഫൊക്കെ എത്തിയപ്പോഴത്തേക്കിനും 10 മണി 10:15 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അവർ തന്നെ നമുക്ക് തന്ന സമയമാണ് 9:30 എന്നുള്ളത്. അങ്ങനെ നാനോപ്ലാസ്റ്റി ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് കുറേ സമയം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മളൊരു പെഡിക്യൂറും കൂടി ചെയ്തേ. അങ്ങനെ കുറേ നേരം അത്യാവശ്യം എനിക്ക് തോന്നുന്നു 9:30 ചെന്നിട്ട് നമ്മളൊരു 3:30 ആയി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിന്. ഇടയ്ക്ക് പിള്ളേർ സ്നാക്സ് ചോക്ലേറ്റ് വാങ്ങാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ സർപ്രൈസ് ആയിട്ട് ബില്ല് 50 രൂപ മാത്രം തിരിച്ചുകൊണ്ട് തന്നെ ആ കടയിലുള്ള സകലമാന ചോക്ലേറ്റുകളും വാങ്ങിക്കൊണ്ട് വന്നിട്ട് 50 രൂപ തീർക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം പങ്കുവെക്കുവാണേ. എന്നിപ്പം ഇത്രയും നേരം പോസ്റ്റ് ആയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചേച്ചിയുടെ മോൾ കൂടി ഒരു മാനിക്യൂർ ചെയ്തേ. പ്രത്യേകിച്ചൊന്നുമില്ല, അവർ കുറച്ച് ക്രീമൊക്കെ ഇട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താണ്. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറാനിയിലാണ് പോയത്, നെയ്യാറ്റിൻകരയിൽ. ഇറാനി ചെന്ന് കുറേ നേരം ഇരുന്നു. അവിടെ ചെന്ന് ഫുഡ് കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. നമ്മൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യണമല്ലോ. പിന്നെ നമ്മുടെ വിശപ്പൊക്കെ തീർന്നാണ് നമ്മൾ എത്തിയത്. ഏകദേശം 4 മണി ആയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ മെനു ഒക്കെ നോക്കി നമ്മൾ കുറേ നേരം നോക്കിയിരുന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ ഇങ്ങനത്തെ ചെറിയ പാർക്ക് ഉണ്ടല്ലോ. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പാർക്കൊക്കെ കണ്ടപ്പോൾ പിള്ളേർ കുറേ നേരം അതിനകത്ത് കളിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനാണ് മഴ വന്നത്. പിന്നെ വലിയ മഴ വരുന്നതിന് മുന്നേ വീടെത്താലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് പിള്ളേർ സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയേ. ഇന്നും അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പം കുറേ ദിവസമായിട്ട് എല്ലായിടത്തും നല്ല മഴയാണല്ലോ. ഇടുക്കിയിലൊക്കെ ഒരുപാടടുത്ത് ഉരുൾപൊട്ടവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റെസിൻ്റെ വർക്ക്. ഇത് നമുക്ക് ഈ വീക്ക് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. രാവിലെ മടി പിടിച്ച് ഒരു ലോഡ് പാത്രങ്ങൾ ഇവിടെ ഇട്ടിട്ടാണ് പോയത്. അങ്ങനെ വൈകുന്നേരം വന്ന് അതെല്ലാം കഴുകി വെച്ചു. രാവിലെ കുതിരാൻ വെച്ച കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഇന്ന് രാത്രി പുട്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ പച്ചക്കറി വാങ്ങിച്ചിട്ട് ശനിയാഴ്ച തന്നെ എല്ലാം അരിഞ്ഞ് ഓരോരോ കറിക്കുള്ളതാക്കിയിട്ട് ഇങ്ങനെ ഒരു അടപ്പുള്ള പാത്രത്തിൽ അടച്ചു വെക്കുക. അതാകുമ്പോൾ നമുക്ക് കറി വെക്കാൻ എടുക്കാൻ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ നാളത്തേക്കുള്ള ചോറ് റൈസ് കുക്കറിനകത്ത് ഇറക്കി വെച്ചു. പയർ മെഴുക്കുരട്ടി വെച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇത് വീട്ടിലായിരുന്നപ്പോഴത്തേക്കിനും ഞാനൊന്നും തിരിഞ്ഞു നോക്കത്തില്ലാത്ത സാധനമായിരുന്നു ചെമ്മീൻ ചമ്മന്തിയൊക്കെ. ഇതൊക്കെ ഒരു കറിയാണോ എന്നും ചോദിച്ചിട്ട് ഞാനൊന്നും കൊണ്ടുപോകില്ലായിരുന്നു. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും എളുപ്പം ഇതൊക്കെയാണ് ചെയ്യാനും ടേസ്റ്റും അതിനൊക്കെയാണ്. അങ്ങനെ ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ അത്യാവശ്യം പൂച്ചയുടെ ശല്യം ഭയങ്കരമാണ്. പൂച്ച വന്നിട്ട് അതിൻ്റെ രോമമൊക്കെ കൊഴിഞ്ഞ് ഈ മാറ്റലൊക്കെ വീണടപ്പുണ്ടായിരുന്നു രാവിലെ നോക്കിയപ്പോൾ. അങ്ങനെ അതിനെടുത്ത് ഞാൻ മഴയത്തിട്ടിട്ടാണ് പോയത്. അതൊക്കെ ഒന്ന് കഴുകിയിട്ടു. ലാഫേമിൽ പോയിട്ട് നമ്മുടെ നാനോപ്ലാസ്റ്റി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ലാഫേം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ തൃശ്ശൂരുള്ള ലാഫേമിൻ്റെ ബ്രാഞ്ചായിരിക്കും ബാലരാമപുരത്ത് പുതിയതായിട്ട് തുടങ്ങിയെന്ന്. അതിൻ്റെ അല്ല. പക്ഷേ ഇവർക്ക് 3 ബ്രാഞ്ചസോളം ഉണ്ട്. സർവീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിപൊളിയായിരുന്നേ. പക്ഷേ കുറച്ച് അപ്പോയിൻമെൻറ്റ് തന്നതിലും ഡിലേ ആയിട്ടാണ് സ്റ്റാഫൊക്കെ എത്തിയത്. അതനുസരിച്ച് നമ്മളും ഡിലേ ആയി. കാര്യം രാവിലെ ഏകദേശം ഒരു 9:30 എത്തിയിട്ട് നമുക്കൊരു വൈകുന്നേരം 3:30 ആ സമയമൊക്കെ ആയി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും. സംഭവം അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാനൊരു 2 വർഷം മുന്നേ ഹെന്ന യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനുശേഷം നാനോപ്ലാസ്റ്റിയ ബോട്ടോക്സ് ഇത് സെക്കൻഡ് ടൈമാണ് നാനോപ്ലാസ്റ്റിയ ചെയ്യുന്നത്. എൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ബോട്ടോക്സും ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 3 പ്രാവശ്യം ശരിക്കും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 പ്രാവശ്യവും അന്ന് ഹെന്ന യൂസ് ചെയ്തതിൻ്റെ എഫക്റ്റാണ് ഇങ്ങനെ തലമുടിയിൽ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഈ കളർ ഇങ്ങനെ തെളിഞ്ഞ് വരുവേ. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്കൊരു ഹെയർ കളറും കൂടെ കിട്ടും. കുറച്ച് ദിവസം അതങ്ങനെ കിടക്കും ഈ കളർ. പിന്നെ ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഈ കളർ ഇങ്ങനെ തെളിഞ്ഞ് വരും. ഇതൊക്കെയാണ് നാനോപ്ലാസ്റ്റിയ. അപ്പോൾ അവിടെ 50% ഓഫ് ഉണ്ടായിരുന്നേ. അവരുടെ ബ്രാഞ്ച് പുതുതായിട്ട് ബാലരാമപുരത്ത് തുടങ്ങിയതുകൊണ്ട് ഓഗസ്റ്റ് 12 വരെ ഓഫേഴ്സ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. എല്ലാ സർവീസിനും ഉണ്ട്. ചെറിയ സർവീസിനാണെങ്കിൽ പോലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് മാനിക്യൂറും പെഡിക്യൂറും ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ജോലികളൊക്കെ ഒതുക്കിയിട്ടേ അടുത്ത പുസ്തകത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചേ. വെറുതെ ഇരിക്കുമ്പോഴത്തേനും പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇപ്പോൾ തുടങ്ങിയപ്പോഴത്തേക്കിനും, പണ്ട് ഞാൻ വായിക്കുമായിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തും സ്കൂളിലായിരുന്നപ്പോഴത്തേനും മിക്കപ്പോഴും ലൈബ്രറിയിൽ നിന്നൊക്കെ പുസ്തകങ്ങൾ എടുത്തിട്ട് വായിക്കുമായിരുന്നേ. പിന്നെ നമ്മൾ ജോലിയുടെ തിരക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ട് വായന അത്ര ശീലമില്ലായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ പുസ്തകങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ചൊക്കെ വായിക്കാനായിട്ട് തുടങ്ങി. ഇതിങ്ങനെ വായിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും നമുക്ക് അത്രയും രസമാണല്ലോ. അതിനകത്തെ കഥാപാത്രങ്ങളും നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ അങ്ങ് ഉണരുമല്ലോ കഥ പോകുന്ന അനുസരിച്ചിട്ട്. അങ്ങനെ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസമായി. പക്ഷെ ഇരുന്ന് കുറച്ചു നേരം വായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയധികം ജോലികളൊന്നുമില്ല. ഇന്ന് നേരത്തെ തന്നെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളത്തേക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 9 മണി ആയിട്ടുള്ള കുറച്ച് സമയം, ഒരു 10:30 വരെയൊക്കെ നമുക്ക് ഏകദേശം വായിക്കാൻ പറ്റും. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം.
നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്